നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ അവിടെ എത്തണമെന്ന് അവിടെയുള്ള ആൾ കൂടി ആഗ്രഹിച്ചാൽ മാത്രം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പല ക്ഷേത്രങ്ങളുണ്ട്. തിരുപ്പതി പോയി ഭഗവാനെ കാണണമെന്ന് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യം ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവുകയും പോകാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം നമ്മൾ അവിടെയുള്ള ആളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പുള്ളിക്ക് നമ്മളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവസാനം പുള്ളി നമുക്ക് പെർമിഷൻ തന്നിരിക്കുകയാണ് പുള്ളിയെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 4 മണിക്കുള്ള ദർശനമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏർലി മോർണിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 മണിക്കൂറിൽ നമ്മൾ തിരുപ്പതിയിൽ എത്തിയിട്ടോ. അവിടെ ചെന്നിട്ട് നേരെ നമ്മൾ റൂമിലേക്കാണ് പോയത് കേട്ടോ. അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ക്യൂവിലേക്ക് കയറുക ചെയ്തത്. ഏകദേശം 3-4 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നടയിലെത്തിയപ്പോഴാണ് ഊഞ്ചാൽ സേവ കഴിഞ്ഞിട്ട് ബാലാജിയും അതുപോലെ തന്നെ ശ്രീദേവിയും ഭൂദേവിയൊക്കെ രഥത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ മുന്നിലൂടെയാണ് കേട്ടോ പോയത്. അത്രയും അടുത്തുനിന്ന് അത് കാണാൻ പറ്റി. വളരെ ഡിവൈനായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അത്ര നേരം ക്യൂ നിന്നിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഒരു 5 സെക്കൻഡ് ഭഗവാനെ കാണുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ട്. അത് എത്രയാണ് അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമലയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊള്ളുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു പ്യൂരിഫൈ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ പറയില്ലേ ബ്ലെസ്ഡ് മൊമെൻറ്റ്സ് എന്നൊക്കെ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ലഡുവൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലെത്തി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയത് തിരുച്ചെന്നൂർ പത്മാവതി ടെമ്പിളിലാണ് കേട്ടോ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വൈകുണ്ഠം തന്നെ.